സാധാരണ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിൽ നിന്നാണ് പഠിക്കാതിരിക്കുന്നത്. പക്ഷേ ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിൽ നിന്നാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡോക്ടറെ കാണാൻ വന്ന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ടോക്കണൊക്കെ എടുത്തിട്ട്. എന്താ സംഭവം എന്നല്ലേ, ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന സംഭവം. കൈയൊക്കെ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡോക്ടറൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ പോയതൊരു സലൂണിലേക്കാണ്. ഒരു 1 വീക്ക് പ്ലസ് ആയി ഒന്ന് തലയൊക്കെ കുളിച്ചിട്ട് വൈഫ്. അപ്പോൾ അതാണ് മുടിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി എടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സുന്ദരകുട്ടിയായിട്ടുണ്ട്. കാരണം ഈ കൈക്ക് വയ്യാത്തതാണ് ഹെയറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഡിസിഷൻ എടുത്തതും ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്തതും. അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സലൂണിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നല്ല വിശപ്പായിട്ടാണ് വന്നത്. കാരണം രാവിലെ ഭക്ഷണമൊന്നും അധികം കഴിക്കാണ്ടാണ് പോയത്. ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് കുറേ നേരം ലേറ്റ് ആയാലോ എന്ന് വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് വേഗം ഡോക്ടറെ എത്തി പോയതാണ്. അപ്പോൾ വേഗം വന്നിട്ട് മീൻകറിയൊക്കെ ഉണ്ടായി, ഒരു ഉണക്കമാന്തൽ പൊരിച്ചതുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. കൈക്ക് സുഖമില്ലാത്ത കാരണം കൈ അനക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് വാരി കൊടുക്കുന്നത്. ഞാൻ സ്വയം വാരി തിന്നുന്നുമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയി വന്നു. ഇപ്പോൾ അതായത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും എന്താ പറ്റിയ എന്താ സംഭവം എന്നല്ലേ. പ്രധാന സംഭവം എന്താ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇതാണ്. നമ്മളൊരു കാര്യം ചെയ്യുക, ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുന്ന പറയാറ്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അതിൻ്റെ വിപരീതമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഈ സിവിൽ സർവീസിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയതിന് ശേഷം ഒക്കെ പണികൾ കിട്ടാറ്. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഇയർ എനിക്ക് ലങ്സ് ഇൻഫെക്ഷൻ വന്നു, ഹാർട്ടിന് പ്രോബ്ലം ഒക്കെ വന്നിട്ട് ഒരു 1 ഇയറോളം എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. ഈ സിവിൽ സർവീസ് ഡിഗ്രിയുടെ 2nd ഇയർ എക്സാം എഴുതുന്ന നിൽക്കുന്ന ടൈമിൽ ആണെങ്കിൽ ഡിഗ്രിയുടെ എക്സാം എഴുതാൻ പറ്റിയില്ല. ഇപ്പോഴത്തെ 3rd ഇയറിൽ 2nd ഇയറും 3rd ഇയറും കൂടെ ഒരുമിച്ച് എഴുതാൻ പോവാണ്. വൈഫ് സപ്പോർട്ടായിട്ട് നിന്നിട്ട് അവൾ കുറച്ച് സബ്ജക്റ്റുകൾ പഠിപ്പിച്ചാൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്രാവശ്യം പണി കിട്ടിയത് വൈഫിനാണ്. അതെ, എന്താണ് നീ പറഞ്ഞു? ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കുക്കറിൽ ഗോതമ്പ് നുറുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അപ്പുറത്തെ അടുപ്പിൽ പാലും വെച്ചിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് നുറുക്ക് വെന്തപ്പോൾ വിസിൽ വഴി അത് താഴത്തേക്ക് വീണുണ്ടായിരുന്നു കിച്ചൻ്റെ ടൈലുമേ. ഞാൻ നോക്കുമ്പോൾ പാല് തിളച്ച് പോകണം കണ്ടപ്പോൾ ഞാൻ സ്പീഡിൽ വന്നതാണ്. വേഗം ഓഫാക്കാൻ വേണ്ടി വന്നപ്പോൾ വഴിങ്ങിങ്ങനെ പോയി. അത് നമ്മൾ വാട്ടർ തീം പാർക്കിലൊക്കെ വെള്ളത്തിൽ സ്ലൈഡ് ചെയ്ത് പോയി. അതുപോലെ മറ്റേ കിച്ചൻ്റെ ഡോർ ഇട്ടിട്ട് സ്ലാബിൻ്റെ അടി വരെ സ്കിഡ് ചെയ്ത് പോയി. അപ്പോൾ പെട്ടെന്നുള്ളൊരു റിയാക്ഷനിൽ സാധാരണ തലപ്പ് അടിക്കേണ്ടതാണ് ബാക്കിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മുടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവില്ല, ബോഡിക്ക് ഉണ്ടാവുന്ന റിഫ്ലക്ഷൻ അനുസരിച്ചിട്ട് കൈ പോയിട്ട് കുത്തി. ആ കൈ കുത്തിയപ്പോൾ അതങ്ങോട്ട് മടങ്ങി. നമ്മൾ ഇങ്ങനെ കുത്താണ്ട് ഇങ്ങനെയാണ് കൈ കുത്തി. ആ കുത്തിയുടെ ആ സൈഡ് മുട്ടിൻ്റെ അവിടെ മടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഒരു എല്ല് പൊട്ടി. ഒരു എല്ല് ബ്രേക്കായി 2 പീസായി. അതുകൂടാണ്ട് അവിടെ ലിഗ്മെൻറ്റ് ഉണ്ടല്ലേ, ആ ലിഗ്മെൻറ്റ് കംപ്ലീറ്റ്ലി നന്നായിട്ട് വലിഞ്ഞു. അപ്പോൾ എല്ല് മാത്രം പൊട്ടിയെന്നെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അതിനോട് ലിഗ്മെൻറ്റോട് വലിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഹെവി പെയിൻ, ലിഗ്മെൻറ്റ് വലിഞ്ഞുള്ളവർക്ക് അറിയാം അതിൻ്റെ പെയിൻ എത്രത്തോളം എന്നുള്ളത്. അപ്പോൾ എല്ല് പൊട്ടി 2 പീസായി, കൂടെ ലിഗ്മെൻറ്റും വലിഞ്ഞു. അപ്പോൾ നല്ല നീരും പെയിനുമാണ്. അപ്പോൾ ഇപ്പോൾ ആഴ്ചയിൽ 2-3 തവണ ഡോക്ടറെ അടുത്ത് പോകേണ്ട അവസ്ഥയാണ് പെയിൻ കൂടുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 10 ഡേയ്സിന് സാധാരണ ഫൈബറിൻ്റെ പ്ലാസ്റ്റർ, ഫസ്റ്റ് സ്പ്ലിൻറ്റോ അങ്ങനെ എന്തോ സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ അത് മാറ്റിയിട്ട് ഇപ്പോൾ ഫൈബറിൻ്റെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ശാശ്വത ഒരു പെർമനൻറ്റ് ഫിക്സ് അല്ല. നമുക്കൊരു 10 ദിവസം ഇത് ഇട്ടിട്ട് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ 2 എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിലും അത് ഡിസ്ലൊക്കേഷൻ വന്നിട്ടില്ല, അതായത് അതിൻ്റെ ഒരു പൊസിഷൻ മാറിയിട്ടില്ല. അപ്പോൾ അത് പൊസിഷൻ മാറുമെന്ന് അറിയണം. പൊസിഷൻ മാറുകയാണെങ്കിൽ നമുക്കിതൊക്കെ ഊരി ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഉള്ളിലത്തെ എല്ലുമ്പോൾ ഒരു സ്റ്റീൽ റോഡൊക്കെ വെച്ച് 2 സ്ക്രൂ ഒക്കെ ഇട്ടിട്ട് ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേണോ വേണ്ടോ എന്നുള്ളത് ഈ ഒരു വീക്കായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റിയത് സ്വാഭാവികമായിട്ട് നമ്മുടെ പഠിപ്പിനാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നേരെ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇഗ്നുവാണ് ഫോക്കസ് ചെയ്യേണ്ടത്, നേരെ ഒന്നും പഠിക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് പഠിക്കേണ്ട ടൈം നൈറ്റാണ്. പക്ഷേ ഇപ്പോൾ നൈറ്റ് പെയിൻ്റെ ഡേയ്സാണ്. എനിക്കാണെങ്കിൽ നല്ല വേദനയാണ്. വേദന എന്ന് പറഞ്ഞാൽ അയ്യോ എക്സ്ട്രീം ലെവലാണ്. നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. കാരണം ഇതിനെ ഒന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. പെർമനൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കയറി സർജറി ചെയ്യാനും പറ്റത്തില്ല. പെയിൻ കില്ലേഴ്സ് എടുക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ രാത്രി നല്ല പെയിനാണ്. അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമുക്ക് കണ്ടിരിക്കുന്നത് നമുക്ക് അത്രയും വിഷമവും കരയണമൊക്കെ, വേദന എടുത്ത് കരയാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടൊരു കരയണമെന്ന് നമുക്കൊരു വിഷമം ഉണ്ടായില്ലേ. അപ്പോൾ അത്ര വിഷമത്തിൽ നമ്മളിരിക്കുമ്പോൾ അവരിയ്ക്കുമ്പോൾ നമ്മളും കൂടെ ഇരുന്ന് പോകും. അപ്പോൾ രാത്രിയുള്ള പഠിപ്പൊക്കെ മുടങ്ങും. പിന്നെ വേദന സഹിച്ച് ലാസ്റ്റ് ബോധം പോണ പോലെ കിടന്നുറങ്ങുന്നത് പുലർച്ചെ 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ പിന്നെ ഉറങ്ങാൻ കിടന്ന് എണീക്കുമ്പോൾ ഉച്ച എണീക്കുമ്പോൾ പിന്നെ വേദന വീണ്ടും വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോവുക. പിന്നെ ലെഫ്റ്റ് ഹാൻഡിനാണ് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ബാത്റൂമിൽ പോകാനായാലും ബാക്കി എല്ലാ കാര്യവും നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ ഫുഡ് വാരി കൊടുക്കണം. അങ്ങനെ മൊത്തത്തിൽ എല്ലാ കാര്യം നമ്മൾ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ അവിടെയും പഠിപ്പിൻ്റെ ബ്ലോക്കൊക്കെ വന്നു. ഇതിനെക്കാളും ഹൈലൈറ്റ് ആയിട്ടുള്ളത് എൻ്റെ 3 സബ്ജക്റ്റാണ് ഇരിക്കുന്നത്. 3 സബ്ജക്റ്റ് നോട്ട്സ്, അതായത്
അദ്ദേഹം MSc എൻവയോൺമെൻറ്റൽ സയൻസ് പാസ്സായതാണ്. അപ്പോൾ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ടൂറിസം ട്രാവൽ ആൻഡ് ടൂറിസം എപ്പിഡോമോളജി എന്നിട്ട് കുറേ സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ട് എഴുതാമെന്ന് പറഞ്ഞിരുന്ന കുട്ടിയാണ് ഈ കൈയോടെ ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റുകളൊക്കെ ബ്ലോക്കായി. ഞാൻ ശരിക്കും എക്സാം ഈ ജൂണിൽ 16 സബ്ജക്റ്റ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാം രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ ചെറിയൊരു പണി കിട്ടി. നമുക്ക് ഇഗ്നുവിന് ടെൻറ്റേറ്റീവ് ടൈം ഷീറ്റ് വരും. അതായത് എക്സാമിൻ്റെ ടൈം ടേബിളിൽ ഒരു സാമ്പിൾ ടൈം ടേബിൾ ഒരു ഏകദേശം കണക്ക് വെച്ച് ടൈം ടേബിൾ വരും. അങ്ങനെ വന്നപ്പോൾ 4 സബ്ജക്റ്റ് എനിക്ക് എഴുതാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. കാരണം അത് സെയിം ടൈം വേറെ സെക്കൻഡ് ഇയർ എക്സാമിൻ്റെ കൂടെ തന്നെയാണ് തേർഡ് ഇയർ എക്സാം വരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ ടൈം ടേബിൾ എക്സാം എഴുതാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ നിയർ ബൈ എക്സാം സെൻറ്ററിൽ ആ ഒരു പേപ്പർ ഇല്ല. അപ്പം അതിങ്ങനെയും കുറച്ച് ബ്ലോക്ക്, അങ്ങനെ മൊത്തം 4 പേപ്പർ എഴുതാൻ പറ്റിയില്ല. പിന്നെ വന്നത് 12 പേപ്പർ, അതിൽ 3 പേപ്പറാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നല്ല രീതിയിൽ ടൈറ്റായി. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എന്താണ് വീഡിയോസ് ചെയ്യാത്തത്, പഠിപ്പിൻ്റെ അപ്ഡേഷൻസ് ഒന്നും ഇല്ലല്ലോ, എന്ത് പറ്റി എന്നൊക്കെ പേഴ്സണലി മെസ്സേജൊക്കെ അയക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ കമൻസിലും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതാണ് സിറ്റുവേഷൻ. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ കൈയൊടിഞ്ഞ് വേദന സഹിച്ച് കരഞ്ഞിരിക്കുകയാണ്. സർജറി വേണോ വേണ്ടോ എന്നുള്ള തീരുമാനം ഡിസിഷൻ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പുറകെയാണ്. കൂടെ പഠിക്കാനും നോക്കുന്നുണ്ട്. എനിക്ക് ആ 12 സബ്ജക്റ്റ് രജിസ്റ്റർ ചെയ്ത 12 സബ്ജക്റ്റ് ഫുള്ളി എക്സാമിൽ പാസ്സാവുന്നുണ്ട്. ജൂൺ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ടൈം ഷീറ്റ് ഇപ്പോൾ ഒന്നനുസരിച്ച് ജൂൺ 8-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് അങ്ങനെ എൻ്റെ സർജറി വരാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയാനില്ല. സന്തോഷമായില്ലേ? സന്തോഷമായില്ലേ അരുണേട്ടാ? നല്ല സന്തോഷമായി. ദൈവഭാഗ്യം കൊണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഏതൊരു ഭാഗ്യം കൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത്, ഏതൊരു ഭാഗ്യം കൊണ്ടാണ് തലയുടെ ബാക്ക് സൈഡ് അടിച്ച് വേണ്ടത്. സ്ലിപ്പായി വീണിട്ടാണ് ഈ കയ്യിൻ്റെ എല്ല് പൊട്ടിയത്, ലിഗ്മെൻറ്റും ഇല്ല. അത് പൊട്ടാന്ന് വെച്ചാൽ 2 പീസായി കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അത്രയും ഫോഴ്സിൽ വീണ് ബാക്ക് അടിച്ച് വീണെന്നെങ്കിൽ നല്ല ഹെവി ഹെഡ് ഇഞ്ചുറി വന്നേനെ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് എൻ്റെ ടെൻഷൻ കണ്ട് ഡോക്ടർ പറഞ്ഞാണ് ഇത്രയും ടെൻഷൻ അടിക്കണ്ട, എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ജോയിൻ്റ് ആവും, പക്ഷേ തലയ്ക്ക് അടി കിട്ടി തല വീണ് കഴിഞ്ഞാൽ എന്തായാലും വല്ല കോമ സ്റ്റേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ബെറ്ററാണ് എന്നാണ് തോന്നുന്നു. പക്ഷേ എനിക്കെന്തോ ഇത് കാണുമ്പോൾ തന്നെ പറ്റുന്നില്ല. ഫസ്റ്റ് ടൈമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ പറ്റിക്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറേ നാളായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വീക്സിന് മേലെ 3 വീക്സ് ആയിട്ടുണ്ടാവും ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ടും എന്തെങ്കിലും അപ്ഡേഷൻ വേണ്ടും. പഠിപ്പ് ചെറുതായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം ഇനി വീണ്ടും പഠിപ്പ് തുടങ്ങണം എന്നുള്ള പ്ലാനിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ പഠിപ്പിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും മല്ലു സിവിൽ സർവീസ് ആസ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കാണാം. പുതിയതായിട്ട് പഠിക്കാതിരിക്കുകയായിരുന്നു, കുറേ നാളായി പഠിക്കാതിരുന്നിട്ട്. അപ്പോൾ പുതിയതായിട്ട് പഠിക്കാതിരിക്കാൻ ഉള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോഴാണ് നമുക്ക് കേരള ഗവൺമെൻറ് പുതിയൊരു സമ്മാനമായി വന്നത്. എല്ലാവർക്കും പലർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന സമ്മാനമാണ്. എനിക്കും കിട്ടി. ജീവിതത്തിൽ ആദ്യമായിട്ട് 10,000 രൂപയുടെ കറണ്ട് ബില്ല്. എൻ്റെ ഉമ്മക്ക് ഇപ്പം ഉണ്ടെങ്കിൽ എന്നെ ഓടിച്ചിട്ട് തല്ലിയേനെ. 10,000 രൂപ കറണ്ട് ബില്ല്. ജീവിതത്തിൽ ആദ്യമായിട്ട് 10,000 രൂപയുടെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകുന്നത്. പണ്ട് കാലം നല്ല ചൂടാണ്, അപ്സ്റ്റെയറാണ്. അപ്പോൾ നമുക്ക് ഫാൻ വെച്ചൊക്കെ ഇട്ടിട്ട് തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ. പഠിക്കാതിരിക്കുമ്പോൾ അത്രയും ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബില്ല് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. ദേഷ്യവും ചീത്തവിളിയൊന്നുമില്ല. കാരണം നമ്മൾ ഉപയോഗിച്ച കണക്കിനുള്ള ബില്ലാണ് വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി എക്സ്ട്രാ എന്തെങ്കിലും പുതിയ എമൗണ്ടൊക്കെ ഒരു കൂട്ടി വെച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഇലക്ഷനൊക്കെ കഴിഞ്ഞതാണല്ലോ, ഇനി ആവശ്യത്തിന് കൂട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നിനി വീണ്ടും പണ്ടത്തെ പോലെ നല്ല വീണ്ടും പഠിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഇത് 2:30 മണിയുണ്ട്, 2:30-3 മണി ആവാറായുണ്ട്. ഇപ്പോൾ ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളപ്പോൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജിയാണ്. നമ്മുടെ വൈഫ് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് വയ്യാണ്ടായ സ്ഥിതിക്ക് ഇനി നമ്മൾ ടേക്ക് ഓവർ ചെയ്യണം. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 10 ചാപ്റ്ററാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഈ 10 ചാപ്റ്ററിൽ കുറച്ച് ദിവസം കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ ഇരുന്നിട്ട് ഞാനൊരു 6 ചാപ്റ്റർ ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി 4 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ആ 4 ചാപ്റ്റേഴ്സ് ഇന്നും നാളെയും കൊണ്ട് ഈ 4 ചാപ്റ്റേഴ്സ് തീർക്കണം എന്നാണ് പ്ലാൻ. പക്ഷെ അത് കുറച്ച് ടഫ് പ്ലാനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 ചാപ്റ്ററാണ് ഈ സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഈ 4 ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഈ 4 ചാപ്റ്റർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ടൈം എടുത്ത് പഠിക്കണം. അതുകൊണ്ടാണ് 4 ചാപ്റ്റർ 2 ദിവസം കൊടുത്തത്. 2 ദിവസം കുറവാണ്. എക്സാക്ട്ലി ഒരു 3-4 ദിവസം കൊടുക്കേണ്ടി വരും. കാരണം വാസ്റ്റ് പോർഷൻസ് ആ 4 ചാപ്റ്റേഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു സബ്ജക്റ്റ് വരുന്നത് നമ്മുടെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, കെമിക്കൽ പൊല്യൂഷൻ, അങ്ങനെ സോയിൽ പൊല്യൂഷൻ, ഇങ്ങനെ പൊല്യൂഷൻസ് മുഖേന ഉണ്ടാകുന്ന ഇഷ്യൂസ്, പൊല്യൂഷൻസ് ഉണ്ടാവാനുള്ള കാരണം അത് ഓരോ നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല പൊല്യൂഷൻസ് ഭയങ്കര ഹൈ റിസ്ക് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഈ പൊല്യൂഷൻസ് എങ്ങനെ ഉണ്ടാകുന്നത്, അതങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം. പണ്ടൊക്കെയാണ് നമുക്ക് സിമ്പിളായിട്ട് മണ്ണൊലിപ്പ് തടയാം, മരങ്ങൾ വെച്ച് പിടിപ്പിക്കാമെന്ന് പറയാം. ഡിഗ്രിക്ക് അങ്ങനെ പോയിട്ട് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതണം. കുറേ ഡെഫിനേഷൻസ് ഒക്കെ ഉണ്ട്, എക്സാമ്പിൾസ് ആയത് എഴുതണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ്
ചാപ്റ്റേഴ്സ് 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 4 ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പേര് പറഞ്ഞ പോലെ പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജിയാണ്. അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ ടേംസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ചില സമയത്ത് നോക്കുമ്പോൾ ഇതൊരു മറ്റേ ഡോക്ടറാവാൻ പഠിക്കാനുള്ള ബുക്കാണെന്ന് തോന്നുന്നു. ഈ മലേറിയയുടെ ഒക്കെ എന്നിട്ട് മലേറിയയുടെ ഒക്കെ കുറേ ടേംസുകൾ ഇതിൻ്റെ കുറേ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ആ വേഴ്സൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി ബാൻസ് 184. അതിൽ 6 ചാപ്റ്റർ തീർന്നു. ഇനിയൊരു 4 ചാപ്റ്ററും കൂടി പഠിക്കാണ്ട് ആ 4 ചാപ്റ്റർ 5 ചാപ്റ്റർ ഒരു 5 ചാപ്റ്റർ പഠിക്കാണ്ട് ആ 5 ചാപ്റ്ററാണ് നമ്മൾ ഇന്നും നാളേക്ക് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. നാളെ കൊണ്ട് ഫിനിഷ് ആക്കണമെന്ന് വിചാരിച്ചാണ്. ഇന്ന് ഓൾമോസ്റ്റ് ഇപ്പോൾ 3 മണിയുണ്ട്. സോ നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഒരാൾ നോട്ട് ചെയ്താൽ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അടയാളപ്പെടുത്തിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ഈ കാണുന്നത്. നിങ്ങൾക്കുണ്ട് അതുപോലെ ഫ്രണ്ട്സ് ഇത്ര നല്ല കലാകാരന്മാർ അല്ലെങ്കിൽ കലാകാരികൾ? കൊള്ളാം അല്ലേ? രാവിലെ നേരത്തോടെ എണീറ്റ് പോയ കാരണം ബെഡൊന്നും വൃത്തിയാക്കി ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ എങ്ങനെയാണോ ഉറക്കത്തിൽ എണീറ്റ് അതുപോലെ ബെഡ് എടുക്കണ്ടേ. നേരെ വന്നിട്ട് പഠിപ്പിൽ നിന്നൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഫുള്ളി ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി ക്ലീനാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെഡൊക്കെ വൃത്തിയാക്കി എടുക്കുമ്പോൾ ഒരു സന്തോഷമല്ല. അവിടുന്ന് ശേഷം നേരെ ബാൽക്കണിയിൽ പോയി കുറച്ച് ദിവസമായിട്ട് നല്ല കാറ്റായതുകൊണ്ട് ബാൽക്കണിയിൽ ഡെയിലി അടിച്ചു പോയേണ്ട സിറ്റുവേഷനാണ്. വൈഫിന് വയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഡ്യൂട്ടിയൊക്കെ എനിക്കാണ്. അപ്പോൾ ഇന്നലത്തെ ഡ്രസ്സുകളൊക്കെ അലക്കാണ്ടായിരുന്നു. അതൊക്കെ വേഗം കൊണ്ടൊന്ന് അലക്കിയിട്ടു. കാരണം എപ്പോഴാണ് മഴ പെയ്യാന്ന് അറിയത്തില്ല. അതുകൊണ്ട് വീടിനകത്ത് തന്നെയാണ് എല്ലാം അലക്കിയിടുന്നത്. വെറുതെ ഒന്നുകൂടെ നനച്ച് അത് കരിമ്പനടിക്കണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ കുറച്ചേരം കൂടി പഠിക്കാൻ വേണ്ടി പോയിരുന്നു. കാരണം പഠിപ്പ് നമ്മൾ മുടക്കാൻ പാടില്ല. കുറേ നാളത്തെ ശേഷമാണ് ഇപ്പോൾ വീണ്ടും പഠിപ്പ് ഒരു ട്രാക്കിലാക്കി കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. അങ്ങനെ പഠിപ്പൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും പണ്ടത്തെ പോലെ ഞങ്ങൾ കുറച്ച് ഞങ്ങൾക്ക് അതൊക്കെ പറഞ്ഞിരുന്നു. അന്നത്തെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോഴാണ് ശ്രദ്ധിച്ചത് പുള്ളിക്കാരുടെ മുടി ചെവിയുടെ അവിടേക്കൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. കെട്ടാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ഡ്യൂട്ടിയും ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. ആ ഡ്യൂട്ടിയിൽ നിന്നല്ല എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാനാണ് ചെയ്തു കൊടുക്കുന്നത്. കഥ പറച്ചിലും പണികളും മാത്രം പോരാ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പഠിപ്പിൻ്റെ പാതയിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് നോട്ട്സ് എഴുതുന്നുണ്ട്. പക്ഷേ എല്ലാം നിങ്ങളെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ബോറടിക്കും. അതുകൊണ്ട് ചില പോർഷൻസ് മാത്രം ഞാനിവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബാൻസ് 184 ആണ് നമ്മളിന്ന് പഠിച്ചത്. നമ്മുടെ എപ്പിഡമോളജി പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി എന്നുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അതിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യേണ്ടായിരുന്നു. അതിൽ ഒരു ചാപ്റ്റർ ഇന്ന് തീർന്നുള്ള ചാപ്റ്റർ 2 പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതായത് നമ്മുടെ പബ്ലിക് ഹെൽത്തിൻ്റെ ഒറിജിൻ, അതിന് വന്ന പരിണാമങ്ങൾ, അതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മുടെ ഇന്ത്യയിലത്തെ പബ്ലിക് ഹെൽത്തിൻ്റെ സിസ്റ്റം, നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം എങ്ങനെയാണ്, അതിൻ്റെ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ പഠിച്ചത്. സത്യം പറഞ്ഞാൽ ഒരുപാട് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തും കുറച്ച് ലേറ്റ്. അതായത് നമ്മൾ ഏകദേശം ഉച്ചയ്ക്ക് 2:30 സമയത്താണ് തുടങ്ങിയത്. കാരണം നമ്മൾ ഹോസ്പിറ്റൽ പോക്കും അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പഠിക്കാറുള്ളത്. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ പഠിക്കാതിരിക്കുന്നത്. അതിൻ്റെ നല്ല ടയേർഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിന് കണ്ടിന്യൂ ചെയ്യാൻ നിൽക്കില്ല. ഇപ്പോൾ ഏകദേശം ഒരു 2 മണി ആവാറുണ്ട്. പുലർച്ചെ രാത്രി 2 മണി ആവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിനി വേറെ ഒന്നും കണ്ടിന്യൂ ചെയ്യില്ല. ഹോസ്പിറ്റലിൽ പോയതിൻ്റെയൊക്കെ ടയേർഡ് ഉണ്ട്. പിന്നെ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഫുൾ സ്ട്രെച്ചിലിരിക്കണം. അപ്പോൾ ഇന്നത്തെ പഠിപ്പ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട്, പുതിയ പഠിപ്പും ക്ലാസ്സുകളുമായിട്ട്, സ്റ്റഡി വ്ളോഗൊക്കെ ആയിട്ട്, പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.